السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, സഹോദരി സഹോദരന്മാരെ, സഹൃദയരായ നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന, അവൻ്റെ മലക്കുകളുടെ പ്രാർത്ഥനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മൗലികമായൊരു സദസ്സിലാണ് ഇരിക്കുന്നത് എന്ന ബോധത്തോടുകൂടി കഴിയുന്നത് വരെ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ഉൾക്കൊള്ളുകയും വേണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഔലിയാക്കളും കറാമത്തുമെന്ന വിശാലമായ തലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. മുസ്ലിം സമൂഹത്തിൽ ഏറെ ചൂഷണങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ഔലിയാക്കൾ എന്ന വിഷയം. യഥാർത്ഥത്തിൽ ആരാണ് ഔലിയാക്കളെന്നും ഔലിയാക്കളുടെ പ്രത്യേകതകളും സവിശേഷതകളും വിശുദ്ധ ഖുർആനിൻ്റെ സുന്ദരമായ തീരങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ഉദാത്തമായ ചര്യകളിലൂടെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്.
കാരണം ഈ വിഷയത്തിലുള്ള അജ്ഞതയാണ് മുസ്ലിം സമൂഹത്തെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഇന്നിൻ്റെ സമകാലിക വാർത്തകൾ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ? വലിയുള്ള എന്ന് പറഞ്ഞാൽ ആരാണ്? വലിയുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രിയപ്പെട്ട ആളുകൾ, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകൾ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സഹായി എന്നൊക്കെയാണ് വലിയുള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാപരമായ അർത്ഥം. ഇനി ആരാണ് ഔലിയാക്കന്മാരെന്ന് പരിശുദ്ധ ഖുർആനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ കൃത്യമായി ഈ സമൂഹത്തെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഏതൊരു ഔലിയാക്കന്മാരെയാണോ പഠിപ്പിക്കുന്നത് അതാണ് ഐഡന്റിറ്റിയുള്ള ഔലിയാക്കന്മാർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു ഔലിയാക്കന്മാരെയാണോ പഠിപ്പിക്കുന്നത് അതാണ് യഥാർത്ഥ ഔലിയാക്കന്മാരെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഈ വിഷയം കൃത്യമായി തിരിച്ചറിഞ്ഞാൽ ആരാണ് കള്ള ഔലിയാക്കന്മാരെന്ന് ഏതൊരു സമൂഹത്തിനും ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. പരിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തെ പഠിപ്പിച്ചു, അലാ ഇന്ന ഔലിയാ അല്ലാഹ്, ആരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ? തീർച്ചയായും നിങ്ങൾ അറിയണം, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് യാതൊരു ഭയവുമില്ല, അവർ ദുഃഖിക്കുന്നവരുമല്ല. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു ആ ഔലിയാക്കന്മാരുടെ പ്രത്യേകതകൾ. അല്ലദീന ആമനു, അവർ ഈമാനുള്ളവരാണ്. എല്ലാവരും ശ്രദ്ധിക്കണം, ഒരു വിഷയത്തെ പ്രമാണബദ്ധമായി നമ്മൾ തിരിച്ചറിയുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹൃദയരായ നാട്ടുകാരെ, ഇല്ല, ഒരു പണ്ഡിതനെയും തേജോവധം ചെയ്യുന്ന വേദിയല്ല, ഒരു പ്രസ്ഥാനത്തെയും കരിവാരിച്ചേക്കുന്ന വേദിയല്ല. ഇതൊരു വിജ്ഞാനത്തിന്റെ മജ്ലിസാണ്, ഇതൊരു അറിവിന്റെ മജ്ലിസാണ്. ആർക്ക് വേണമെങ്കിലും കടന്നിരിക്കാം. ഇവിടെ പറയപ്പെടുന്ന വിഷയങ്ങൾ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ഒരു മഹാവേദഗ്രന്ഥത്തിന്റെ വചനങ്ങളാണ്. അതിന്റെ വിശദീകരണമായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ഉന്നതമായ വിശദീകരണങ്ങളും ആർക്കും കേൾക്കാം, ആർക്കും പഠിക്കാം. വിശുദ്ധ ഖുർആൻ പറയുന്നു ആരാണ് ഔലിയാക്കന്മാർ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവരുടെ ഒന്നാമത്തെ പ്രത്യേകത അല്ലദീന ആമനു, അവർ ഈമാനുള്ളവരാണ്. അവർ ഈമാനുള്ളവരാണ്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയും മലക്കുകളിലും കിതാബുകളിലും അവന്റെ പ്രവാചകന്മാരിലും അന്ത്യനാളിലും ഖദറിലും വിശ്വസിച്ചവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. മാത്രമല്ല വകാനൂ യത്തഖൂൻ, അവർ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരാണ്. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നവരാണ് ആര്? ഔലിയാക്കന്മാരെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ആരാണ്, എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെ വിശദീകരിച്ചു. മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുകയാണ് തഖ്വ എന്നതിന് ഏറ്റവും നല്ല നിർവചനം തുൽഖ് ബിൻ ഹബീബ് റഹ്മത്തുള്ളാഹി നൽകിയ നിർവചനമാണ്. ഏതാണ് ആ നിർവചനം? ഫഖദ് സുഇല അനി തഖ്വ, തഖ്വയെ കുറിച്ച് ചോദ്യം ചോദിക്കപ്പെടുകയാണ്. ഫഖാല, ആ സമയത്ത് തുൽഖ് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൻ തഅമല ബിത്വാഅത്തില്ലാ അലാ നൂരിൻ മിനല്ലാഹ്, ഏത് പ്രമാണബദ്ധമായി നീ അള്ളാഹുവിനെ അനുസരിക്കലാണ്, നീ സൽപ്രവർത്തനങ്ങൾ ചെയ്യലാണ്. തർജു സവാബല്ലാഹ്, അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് നീ നന്മകൾ ചെയ്യലാണ്. വേറെ ആരുടെയും പ്രതിഫലമല്ല, ആളുകൾക്കിടയിലുള്ള സ്വീകാര്യതയല്ല, ആളുകൾക്കിടയിലുള്ള കയ്യടിയല്ല, മറിച്ച് പടച്ച തമ്പുരാന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പ്രമാണബദ്ധമായ കാര്യങ്ങൾ, പ്രമാണത്തിലുള്ള വിഷയങ്ങൾ, നീ ആ വിഷയങ്ങളിൽ അള്ളാഹുവിനെ ആരാധിക്കലാണ്. മാത്രമല്ല
വഅൻ തത്റുക മഅസിയത്തല്ലാഹ്, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളെ നീ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കലാണ്. അലാം നൂരിൻ മിനല്ലാഹ്, പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ അത് ചെയ്യരുതേ, അത് ഇസ്ലാമികമല്ല, പ്രമാണബദ്ധമല്ല, ഹദീസുകളില്ല, സ്വഹാബികൾ ചെയ്തിട്ടില്ല എന്ന് പറയപ്പെടുന്ന വിഷയങ്ങൾ അത് നബി തങ്ങൾ പഠിപ്പിച്ചതല്ല. 23 കൊല്ലത്തെ പ്രവാചക പ്രബോധന ജീവിതത്തിലൂടെ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചതല്ല എന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നു. കാരണം എന്താണ്? തഖാഫു ഇഖാബില്ലാ, പടച്ച തമ്പുരാന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട്. ഇതാണ് ഒരു മുത്തഖി എന്ന് ലോകത്ത് അറിയപ്പെട്ട പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 101 മുതൽ 4 വരെയുള്ള വചനം, 2-ാം അധ്യായത്തിലെ 177-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ ആലി ഇമ്രാനിലെ 15-ാമത്തെ വചനം, ഈ വചനങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ആരാണ് വലി എന്ന് അള്ളാഹുവിന്റെ ഖുർആനിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അൽ വലിയു, ഒരു വലി എന്ന് പറഞ്ഞാൽ മൻ കാന ബിസ്സിഫതി വസഫഹ അല്ലാഹു ബിഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല വലി എന്ന് വിശേഷിപ്പിച്ച ഗുണമുള്ളവനാണ് വലിയായിട്ടുള്ളവൻ. അവന്റെ പ്രത്യേകത എന്താണ്? ഹുവല്ലദീ ആമന, അവൻ വിശ്വസിച്ചവനാണ്. വത്തഖ, അവൻ തഖ്വയിൽ അധിഷ്ഠിതമായ പടച്ച റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ കൽപ്പിച്ച കാര്യങ്ങളൊക്കെയും സ്വീകരിച്ച് അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെയും മാറി നിന്നുകൊണ്ട് ജീവിക്കുന്നവനാണ്. കമാ ഖാല അല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ. എന്നിട്ടോ യഖൂലുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അല്ലദീന സദഖുല്ലാഹ്, അവർ അല്ലാഹുവിനെ സത്യപ്പെടുത്തിയവരാണ്. വറസൂലഹു, അല്ലാഹുവിന്റെ റസൂലിനെയും അവർ സത്യപ്പെടുത്തിയവരാണ്. വമാ ജാഅ ബിഹി മിൻ ഇൻദില്ലാഹ്, തന്നിലും തന്റെ റസൂലിലും അദ്ദേഹം എന്റെ പക്കലിൽ നിന്ന് കൊണ്ടുവന്നതിലും വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ ഔലിയാക്കന്മാർ. ഈ വിഷയം പ്രമാണബദ്ധമായി ആദ്യം നമ്മൾ പഠിച്ചു വെക്കണം. എന്നിട്ടാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ ആളുകൾ ആദരിച്ചു കൊണ്ടിരിക്കുന്ന ഔലിയാക്കന്മാരുടെ യഥാർത്ഥ മൂടുപടം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇതിന്റെ ആമുഖം നമ്മൾ പഠിക്കണം. മാത്രമല്ല വകാനൂ യത്തഖൂനല്ലാഹ്, അവർ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരാണ് എന്ന് പറഞ്ഞ ഈ ഔലിയാക്കന്മാരുടെ പ്രത്യേകത എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിഅദാഇ ഫറാഇലിഹി, ഫർളുകൾ നിർവഹിക്കുന്നവരാണ്, നിർബന്ധ കാര്യങ്ങൾ നിർവഹിക്കുന്നവരാണ്. വജ്തിനാബു മആസിഹി, അവനെ ധിക്കരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. ആരെ? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായി എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, പള്ളി ദർസുകളിൽ അശ്അരി അഖീദ പഠിപ്പിക്കുന്ന ഒരു കിതാബുണ്ട്. ആ കിതാബിന്റെ പേര് ശറഉൽ അഖായിദ. ഏത്? നമ്മുടെ നാടുകളിലുള്ള മുഴുവൻ പള്ളി ദർസുകളിലും ഓതി പഠിപ്പിക്കുന്ന കിതാബാണ്. ഏത്? ശറഉൽ അഖായിദ. ആ ശറഉൽ അഖായിദയിൽ ആരാണ് ഔലിയാക്കന്മാരെന്ന് പഠിപ്പിക്കുന്നുണ്ട്. കേരളത്തിലുള്ള മുജാഹിദുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയത് വായിക്കുകയല്ല, പ്രമാണബദ്ധമായി ആരാണ് ഔലിയാക്കന്മാരെന്ന് വിശദീകരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ആ കിതാബിൽ നമുക്ക് കാണാം ആരാണ് ഔലിയാക്കന്മാർ. അൽ വലിയു, ഒരു വലി എന്ന് പറഞ്ഞാൽ ഉവൽ ആരിഫു ബില്ലാഹി തആല, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തിരിച്ചറിഞ്ഞവനാണ്, പഠിച്ചവനാണ്, മനസ്സിലാക്കിയവനാണ്. ആരാ ഔലിയ? ആരാ വലി? അള്ളാഹിനെ പറ്റി പഠിച്ചവരാണ് വലി. തീർന്നിട്ടില്ല. വസിഫാത്തിഹി ഹസ്ബമാ യുംകിനു, സാധ്യമായ രൂപത്തിൽ അവന്റെ വിശേഷണങ്ങളും അവന്റെ പ്രത്യേകതകളും അവന്റെ നാമങ്ങളും അവന്റെ വിശേഷണങ്ങളും മനസ്സിലാക്കിയവനാണ് വലികൾ. മാത്രമല്ല അൽ മുവാലിബു അലത്വാആ, പുണ്യകർമ്മങ്ങൾ പതിവായി ചെയ്യുന്നവരാണ് വലികൾ. അൽ മുജ്തനിബു അനിൽ മആസി, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് വലികൾ. അൽ മുഅരിദു അനിൽ ഇൻഹിമാക്കി ഫിൽ ലദ്ദാതി വശഹവാത്, ഭൗതികമായ സുഖാഡംബരങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് വലികൾ എന്ന് ആര്?
പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്ന കിതാബുകളിൽ പോലും വലിയ ആരാണെന്ന് നിർവചിച്ചു. ഈ വലിയൻ്റെ നിർവചനം നിങ്ങൾ മറക്കരുത്. ഒന്ന് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി അറിയുന്നവരും പഠിക്കുന്നവരുമാണ്. അവൻ്റെ നാമവിശേഷണങ്ങളെ സാധ്യമായ രൂപത്തിൽ പഠിക്കുന്നവരാണ്. പിന്നെയോ രണ്ടാമത് പറഞ്ഞത് പുണ്യകർമ്മങ്ങൾ പതിവായി ചെയ്യുന്നവരാണ്. മൂന്നാമത് പറഞ്ഞത് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. നാലാമത് പറഞ്ഞത് ഭൗതികമായ സുഖാഡംബരങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ വലിയകൾ എന്നാണ് ഇതിലൊക്കെയും നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി നമ്മൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതരായ ഔലിയാക്കന്മാർ ആരാണ് പ്രിയപ്പെട്ടവരെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരല്ലേ ഔലിയാക്കന്മാരുടെ നേതാക്കന്മാർ. ആ സ്വഹാബിമാരെ കുറിച്ച് ഞാനും നിങ്ങളും പഠിക്കേണ്ടതുണ്ട്, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബിമാർ? അവരുടെ പ്രത്യേകതകൾ എന്ത്? ആ ഔലിയാക്കന്മാരുടെ സവിശേഷതകൾ എന്ത്? പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിൽ റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹ് തൃപ്തിപ്പെട്ടവരാണ്, അല്ലാഹ് തിരിച്ചും തൃപ്തിപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ വിഭാഗമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ. ആ സ്വഹാബിമാരുടെ പ്രത്യേകതകൾ പറയുമ്പോൾ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കുന്ന മൗലികമായ ചില വസ്തുതകളുണ്ട്. എന്താണ്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, ഇന്നല്ലാഹ നളറ ഫീ ഖുലൂബിൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളുടെ ഹൃദയത്തിലേക്ക് നോക്കി. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തെ ഏറ്റവും നല്ല ഹൃദയമായി തെരഞ്ഞെടുക്കുകയും പ്രവാചകനായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. പിന്നെയോ ഫുമ്മ നളറ ഫീ ഖുലൂബിൽ ഇബാദ്, പിന്നീട് വീണ്ടും അടിമകളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയാണ്. എന്നിട്ടോ ബഅദ ഖൽബി മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന് ശേഷം വീണ്ടും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു നോക്കുകയാണ്. ഫവജദ ഖുലൂബ അസ്ഹാബിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ ഹൃദയത്തെ അല്ലാഹു കണ്ടെത്തുകയാണ്. ഖൈറ ഖുലൂബിൽ ഇബാദ്, അടിമകളുടെ ഹൃദയങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമകളാണ് ആരുടെ ഹൃദയം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ഹൃദയം. എന്നിട്ടോ ഫജഅലഹും വദറാഅ നബിയിഹി, അവരെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുസറാക്കളായി, സഹായികളായി അല്ലാഹു തെരഞ്ഞെടുത്തത്. യുഖാതിലൂന അലാ ദീനിഹി, അവരാണ് പ്രവാചകന് വേണ്ടി ഈ ദീനിന്റെ വിഷയത്തിൽ പ്രവാചകന്റെ ഒപ്പം നിന്ന് പോരാടിയത്. ഫമാ റഅൽ മുസ്ലിമൂന ഹസനൻ ഫഹുവ ഇൻദല്ലാഹി ഹസൻ, അവർ എന്തൊന്ന് നന്മയായി കണ്ടോ അതെല്ലാം റബ്ബിന്റെ അടുക്കൽ നന്മയായിരിക്കും എന്ന് പറയപ്പെട്ട സ്വഹാബിമാർ, അവരാണ് ഔലിയാക്കന്മാരുടെ നേതാക്കന്മാർ. ഒരുപാട് പ്രത്യേകതകൾ, ഏറ്റവും വലിയ ഔലിയാക്കന്മാരായ സ്വഹാബിമാരുടെ പ്രത്യേകതകൾ അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്. ഫലമഖാമു അഹദിഹിം സാഅ എന്ന് പറയുന്ന നിരവധി അനവധി ഹദീസുകളിലൂടെ അവരൊക്കെ ചെയ്ത ഈ ദീനിനു വേണ്ടി ചെയ്ത സേവനങ്ങൾ ഈ സ്വഹാബിമാർ വീണ്ടും വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആരാണ് സ്വഹാബിമാരെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരെ കുറിച്ച് പറയുന്നു, കാനു അഫ്ളല ആദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരാണ് ആര്? സ്വഹാബിമാർ. ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരാണ് ആര്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ. അബർറഹ ഖുലൂബ, ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമകളാണ്. വഅഅമകുഹാ ഇൽമാ, വഅഅമകഹാ ഇൽമാ, ആയത്തിൽ അറിവുള്ളവരാണ്. വഅകല്ലഹാ തകല്ലുഫാ, ജാടകളില്ലാത്തവരാണ്. ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി, പ്രവാചകന്റെ സുഹബത്തിന് വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്തവരാണ്. വഇകാമത്തി ദീനിഹി, ദീനിനെ നിലനിർത്താൻ വേണ്ടി തെരഞ്ഞെടുത്തവരുമാണ്. ഫഅരിഫൂ ലഹും ഫളലഹും, അവരുടെ ഫളിലുകൾ നിങ്ങൾ തിരിച്ചറിയണം. വത്തബിഊഹും ഫീ ആസാരിഹിം, അവരുടെ ജീവിതചര്യകളെ നിങ്ങൾ മുറുകെ പിടിക്കണം.
നിങ്ങൾ പിൻപറ്റണം. വതമസ്സകൂ ബിമസ്തതഅതും മിൻ അഖ്ലാഖിഹിം വദീനിഹിം, അവരുടെ ദീനിനെയും അവരുടെ സ്വഭാവത്തെയും നിങ്ങൾക്ക് കഴിവിന്റെ പരമാവധി നിങ്ങൾ മുറുകെ പിടിക്കണം. ഫഇന്നഹും, കാരണം അവരില്ലേ, കാനൂ അലൽ ഹദിയിൽ മുസ്തഖീം, അവർ ഏറ്റവും ചൊവ്വായ വഴിയിലാണ്, അവർ ഏറ്റവും നല്ല വഴിയിലാണ്, അവർ ഏറ്റവും ശരിയായ വഴിയിലാണ്. ഇവരാണ് പ്രിയപ്പെട്ടവരെ ഔലിയാക്കന്മാരുടെ നേതാക്കന്മാരെന്ന് പറയപ്പെടുന്നത്. ഈ ഔലിയാക്കന്മാരുടെ പ്രത്യേകതകൾ അള്ളാഹുവിന്റെ ഖുർആന് പറഞ്ഞില്ലേ? അവർ 5 നേരം നമസ്കരിക്കുന്നവരാണ്, അവർ നോമ്പെടുക്കുന്നവരാണ്, അവർ സക്കാത്ത് കൊടുക്കുന്നവരാണ്, അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, അവരൊരുപാട് പ്രത്യേകത ഉള്ളവരാണ്. ഈ ഔലിയാക്കന്മാരില്ലേ, അവരെ നമ്മൾ ആദരിക്കണം, അവരെ നമ്മൾ ബഹുമാനിക്കണം, അവരെ നമ്മൾ സ്നേഹിക്കണം, അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം. ആ വിഷയത്തിൽ ഒരു തർക്കമില്ല, കൂട്ടിത്തരും, ഒരു തർക്കവും ആ വിഷയത്തിലില്ല. ഇനിയോ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കറാമത്തിനെ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്താണ് കറാമത്ത്? എന്താണ് കറാമത്ത്? കറാമത്ത് എന്നത് ഭാഷയിൽ ആദരവ്, ബഹുമാനം എന്നീ അർത്ഥങ്ങളാണുള്ളത്. എന്നാൽ സാങ്കേതികമായി കറാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന ആദരവാണ് കറാമത്ത്. ഇത് ചിലപ്പോൾ അസാധാരണ സംഭവങ്ങളായി അള്ളാഹു സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തിയേക്കാം. ഇതാണല്ലോ പ്രിയപ്പെട്ടവരെ കറാമത്ത്. പ്രവാചകന്മാർ ഉദ്ദേശിക്കുമ്പോഴൊക്കെയും മുഅ്ജിസത്ത് പ്രകടമാകാത്തതുപോലെ ഔലിയാക്കന്മാർ ഉദ്ദേശിക്കുന്ന സമയത്തൊക്കെയും കറാമത്തും പ്രകടമാകുന്നതല്ല. ചിലപ്പോൾ അവരുദ്ദേശിക്കുന്ന സമയത്ത് പ്രകടമാകുമെങ്കിലും ഏതായാലും കറാമത്തിന്റെ യഥാർത്ഥ ഉടമ ഔലിയാക്കന്മാരല്ല, വലിയല്ല. യഥാർത്ഥത്തിൽ അത് കൈകാര്യം ചെയ്യുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. ഒരുപാട് കറാമത്തുകൾ അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഒരിക്കലും മുജാഹിദുകൾ കറാമത്തുകളെ നിഷേധിക്കുന്നവരല്ല, ഔലിയാക്കന്മാരെ നിഷേധിക്കുന്നവരല്ല. ഔലിയാക്കന്മാരെ ആദരിക്കുന്നവരാണ്, ഔലിയാക്കന്മാരെ ബഹുമാനിക്കുന്നവരാണ്, ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നവരാണ്, കറാമത്ത് അംഗീകരിക്കുന്നവരാണ്, കറാമത്തിനെ ഉൾക്കൊള്ളുന്നവരാണ്, കറാമത്തിനെ നിഷേധിക്കാത്തവരുമാണ്. ഇനിയോ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഖുർആൻ ഒന്ന് പരിശോധിച്ചാൽ എത്രയെത്ര കറാമത്തുകളാണ് കാണുന്നതെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആനിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ കറാമത്ത് കാണാമല്ലോ. തൗഹീദിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഗുഹയിൽ അഭയം പ്രാപിച്ചിട്ട് 300 വർഷത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗുഹയിൽ അവരെ ഉറക്കിക്കിടത്തിയില്ലേ? 300 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ അവർ എഴുന്നേറ്റ് വരുന്നത്? ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം അത് കറാമത്തല്ലേ? അള്ളാഹുവിന്റെ ഖുർആന് നമ്മളെ പഠിപ്പിച്ച കറാമത്തല്ലേ? ഇനി മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരില്ലേ, ഉസൈദ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഹബ്ബാദ് റളിയല്ലാഹു അൻഹു, അവർ രണ്ടുപേരും ഒരു ഇരുളുള്ള രാത്രിയിൽ, ഒരു കൂരിരുട്ടുള്ള രാത്രിയിൽ പ്രവാചകന്റെ സന്നിധിയിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുമ്പോ കയ്യിൽ യാതൊരു വെളിച്ചവുമില്ല, ഒമ്പിച്ച കൂരിരുട്ടാണ്. എങ്ങനെയാണ് പോകേണ്ടത് എന്ന് വളരെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, അവരുടെ മുമ്പിൽ 2 വിളക്കുകൾ പോലെയുള്ള പ്രകാശം കാണപ്പെടുകയാണ്. അങ്ങനെ ഇരുവരും വീർപരിഞ്ഞപ്പോ ഓരോ പ്രകാശവും ഓരോരുത്തരുടെ കൂടെയായി അവർ വീട്ടിലെത്തുന്നത് വരെ അവരുടെ കൂടെ പ്രകാശമുണ്ട്. ഇതൊക്കെ റസൂലുള്ള പഠിപ്പിച്ച അവിടുത്തെ സ്വഹാബിമാരിലൂടെ ലോകത്ത് പ്രകടമായ കറാമത്തുകളല്ലേ? എത്രയെത്ര കറാമത്തുകളാണ് പ്രിയപ്പെട്ടവരെ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കറാമത്ത് കാണാം. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരു ചാരസംഘത്തിന്റെ നേതാവായി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിച്ചത് ആസിം റളിയല്ലാഹു അൻഹുവിനെയാണ്. അങ്ങനെ ശത്രുക്കൾ ആസിം റളിയല്ലാഹു അൻഹുവിനെ വധിക്കപ്പെടുകയാണ്. ആസിം റളിയല്ലാഹു അൻഹുവിനെ വധിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു ഖുറൈശി നേതാവിനെ വധിച്ചയാളാണല്ലോ. ഇതറിഞ്ഞപ്പോ ഖുറൈശികളുടെ അടുക്കലേക്ക് നേതാക്കന്മാരുടെ സന്നിധിയിൽ ചെന്നുകൊണ്ട് വധിച്ചയാളുകൾ പറയുകയാണ്, ഞങ്ങൾ ആസിമിനെ കൊന്നു, ഞങ്ങൾ ആസിമിനെ വകവരുത്തിയിരിക്കുന്നു. ഖുറൈശി നേതാക്കന്മാര് പറയുന്നു, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ആസിമിന്റെ ശരീരം, ആസിമിന്റെ തലയിങ്ങ് ഛേദിച്ച് എന്റെ മുന്നിൽ കൊണ്ടുവരണം. ഖുറൈശി നേതാക്കന്മാര് പറയുകയാണ്, ആസിമിന്റെ ശരീരം, ആസിമിന്റെ തല ഞങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന് ആസിം റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുകയാണ്. അങ്ങനെ ആസിം റളിയല്ലാഹു അൻഹുവിന്റെ തലയെടുക്കാൻ വേണ്ടി ചെല്ലുകയാണ്. വാള് മൂർച്ചയാക്കി ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തിന്റെ അടുക്കലേക്ക് ഇവരങ്ങ് ചെന്നപ്പോ ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തേനീച്ചകളെ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാ. ഒരാൾക്കും അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല. ഒരു ശത്രുവിന് പോലും ആസിം റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്ക് അടുക്കാൻ കഴിയുന്നില്ല. എല്ലാവരും ബേജാറായി പിറകിലോട്ട് മാറുകയാണ്. കാരണം എന്താണ്? ശക്തമായ തേനീച്ചകളാണ് വരുന്നത്. ആ തേനീച്ചകൾ ആഞ്ഞാഞ്ഞ് കുത്താൻ വരികയാണ്. ഒരിക്കലും ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് അവർക്കടുക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എത്രയെത്ര കറാമത്തുകളുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ നമ്മുടെ നാടുകളിലും കറാമത്തുള്ള കുറെ ഔലിയാക്കന്മാരെ ഇവർ പരിചയപ്പെടുത്തുന്നുണ്ട്. അവരൊക്കെ യഥാർത്ഥ ഔലിയാക്കന്മാരാണോ? അവർക്കൊക്കെയും പറയപ്പെടുന്ന കറാമത്തുകളൊക്കെയും യാഥാർത്ഥ്യമുണ്ടോ? അതൊക്കെ ശരിയാണോ? എന്നാൽ കറാമത്ത് കേട്ടാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതൊക്കെ വളരെ കൃത്യമായി അള്ളാഹുവും അവൻ്റെ റസൂലും കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കറാമത്തിനെ കുറിച്ച് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം വളരെ പ്രസക്തമാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലിഅന്ന മിൻ ശർത്തിൽ വിലായ, കറാമത്തിന്റെ വിലായത്തിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ് കച്മാനുൽ കറാമ, കറാമത്തുകൾ മറച്ചു വെക്കണമെന്നത്. ഒരു വലിയ കറാമത്തുണ്ടെങ്കിൽ എനിക്ക് ഇന്ന കറാമത്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ, അതുകൊണ്ട് എല്ലാവരും എന്നോട് വിളിച്ച് തേടണം, എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് മന്ത്രിക്കണം, എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് നൂല് മന്ത്രിച്ച് കെട്ടണം, പിഞ്ഞാണത്തിൽ ഞാൻ ഊതിത്തരും, എനിക്ക് നാളെ ഒരു കച്ചവടമാകട്ടെ എന്ന് പറയണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. കറാമത്തുണ്ടോ അത് മറച്ചു വെക്കണമെന്നാ എവിടെയാ പറഞ്ഞത്? മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഉന്നയിൽ 2-ാം വാള്യത്തിലെ 163-ാമത്തെ പേജിൽ പറയാൻ. ഇനിയോ വലിയനോടുള്ള ബഹുമാനമായി അള്ളാഹു വെളിപ്പെടുത്തുന്ന കാര്യമാണല്ലോ കറാമത്ത്. ഇത് മുഖേന മരിച്ചുപോയ വലിയനോട് സഹായം തേടുന്നത് വിഡ്ഢിത്തമാണ്. കാരണം ഔലിയാക്കന്മാർക്ക് സ്വന്തം ശരീരത്തെ പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത സന്ദർഭങ്ങൾ അവർക്കിടയിൽ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? കറാമത്തിന്റെ യഥാർത്ഥ ഉടമ അള്ളയല്ലേ? ഔലിയാക്കന്മാരുടെ നേതാവായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് മരണപ്പെട്ടു പോയത്? കറാമത്തുള്ള വലിയല്ലേ? ആരെങ്കിലും ഉമർ റളിയല്ലാഹു അൻഹു കറാമത്തില്ലാത്തവരാണെന്ന് പറയുമോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കറാമത്തുള്ള വലിയല്ലേ? എന്നിട്ടും ശത്രുവിന്റെ കുത്തേറ്റ് പരിശുദ്ധമായ പള്ളിയിൽ പടഞ്ഞല്ലേ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയത്. കറാമത്തൊക്കെയും ഔലിയാക്കന്മാരുടെ തന്നിഷ്ടപ്രകാരമാണ് നടക്കുന്നതെങ്കിൽ എന്തേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഇമാമൊന്ന് നിസ്കരിക്കുന്ന സമയത്ത് എന്റെ പിന്നിൽ എന്നെ കുത്താൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട്, എന്തേ കറാമത്തുള്ള വലിയനെ ആ ഗൈബിയായ കാര്യം അറിഞ്ഞില്ല? ആലോചിക്കണം. നമ്മൾ കറാമത്തുള്ള വലിയകളൊക്കെയും അവർക്ക് ഇഷ്ടപ്പെടുന്ന സമയത്തൊക്കെ കറാമത്ത് കിട്ടുകയാണെങ്കിൽ എന്തേ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുമോ? അല്ലേ? ഞാൻ കറാമത്തുള്ള ഒരാളാണെങ്കിൽ എന്നെ കുത്താൻ ഒരാൾ ബേക്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കുമോ?
അത് ശരിക്കും ആത്മഹത്യയല്ലേ? ആത്മഹത്യ ഇസ്ലാമിൻ്റെ വിഷയത്തിൽ എന്താ? ആത്മഹത്യയുടെ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ സമീപനം എന്താ? തെറ്റാണ്, അപകടമാണ്, വമ്പിച്ച പാതകമാണ്. ആണോ പ്രിയപ്പെട്ടവരെ? മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആത്മഹത്യ ചെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇനിയോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഏത് സ്വഹാബത്തിന് വേണമെങ്കിലും പരിശോധിച്ചോ, ഏത് സ്വഹാബത്തിന് വേണമെങ്കിലും പരിശോധിച്ചോ. ഈ സ്വഹാബിമാരൊക്കെ കറാമത്തുള്ള വലിയുകളല്ലേ? കറാമത്തുള്ള വലിയുകളല്ലേ? എന്തേ അവർക്ക് മരണം സംഭവിച്ചു? എന്തേ അവർ കൊല്ലപ്പെട്ടു? എന്തേ അവർ ശത്രുക്കളാൽ കൊല്ലപ്പെട്ടു? വലിയുള്ള കറാമത്തുള്ള വലിയുകളാണെങ്കിൽ ആ കറാമത്ത് മുഖേന രക്ഷപ്പെടേണ്ടതല്ലേ? തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, കറാമത്ത് ഔലിയാക്കന്മാരുടെ കൈവല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കന്മാരിലൂടെ പ്രകടിപ്പിക്കുകയാണ്, വെളിപ്പെടുത്തുകയാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കറാമത്തുകളുടെ നിയന്ത്രണവും കഴിവും അല്ലാഹുവിൽ മാത്രം പരിമിതമാണ് പ്രിയപ്പെട്ടവരെ. അവൻ ഉദ്ദേശിക്കുമ്പോഴേ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവരിലൂടെ വെളിവാക്കപ്പെടുകയുള്ളൂ. അതൊരിക്കലും വലിയന്റെ കഴിവല്ല. അപ്പൊ ചില ആളുകൾ പറയുകയാണ്, വലിയുള്ള അതേ കറാമത്തുള്ള വലിയനോട് തേടണം, വലിയുള്ള അതേ കറാമത്തുള്ള വലിയനോട് തേടണം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് കറാമത്തുകളുള്ള ഔലിയാക്കന്മാരില്ലേ? ആ ഔലിയാക്കന്മാരോട് തേടണം. അവർക്ക് കറാമത്തുകളില്ലേ? നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്, കറാമത്തിന്റെ യഥാർത്ഥ ഉടമ അത് വലിയല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കറാമത്ത്, ആ കറാമത്തുള്ള വലിയനോട് തേടണമെന്നത് ഇസ്ലാമികമായിരുന്നുവെങ്കിൽ അത് പഠിപ്പിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുത്തെ നബിതങ്ങളത് പഠിപ്പിച്ചു തന്നിട്ടില്ല, അവിടുത്തെ സ്വഹാബിമാരത് പഠിപ്പിച്ചു തന്നിട്ടില്ല, അവിടുത്തെ താബീങ്ങളത് പഠിപ്പിച്ചു തന്നിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആനിലെ ആലി ഇംറാനിലെ 37-38 വചനങ്ങളൊന്ന് പഠിച്ചു വെച്ചോ പ്രിയപ്പെട്ട ഉമ്മത്തെ. കയ്യിൽ പേനയുണ്ടെങ്കിലൊന്ന് എഴുതി വെച്ചോ. ആരോഗ്യപരമായി ക്ഷീണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ വിഷയത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മൗലികമായ ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ സംഭവം പറയുന്നു ഖുർആൻ. ഇതൊരു കറാമത്താണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നിയ കറാമത്തല്ല, അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ കറാമത്താണ്. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്. സക്കരിയ നബി അലൈഹിസ്സലാം മിഹ്റാബിലേക്ക് അങ്ങ് കടന്നു വന്നപ്പോ വജദ ഇൻദഹാ റിസ്ഖാ. അവിടെ മറിയം ബീവിയുടെ സന്നിധാനത്തിൽ, മറിയം ബീവിയുടെ സമീപത്ത് പ്രത്യേക തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ കാണുകയാ, പ്രത്യേകമായ രൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കാണുകയാ. ഖാലയാ മറിയം. ഇത് കണ്ടപ്പോൾ സക്കരിയ നബി ചോദിക്കുകയാണ്, ഖാലയാ മറിയം അന്നാ ലകി ഹാദാ. മറിയമേ, ഇതെവിടുന്ന് കിട്ടി മറിയമേ, ഇതെവിടുന്ന് കിട്ടി മറിയമേ? മെഹ്റാബിലേക്ക് കയറി ചെന്നപ്പോ സക്കരിയ നബി അലൈഹിസ്സലാം കാണുന്നത് ആ നാട്ടിലൊന്നും കാണാത്ത ഒരു നല്ല രൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് കാണുന്നത്. ഇത് കണ്ട ഉടനെ സക്കരിയ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്. ആരോടാണ് ചോദിക്കുന്നത്? വലിയത്തുല്ലാഹി മറിയം ബീവി അലൈഹസ്സലാം. മറിയം ബീവിയോട് ചോദിക്കുകയാ, അന്നാ ലകി ഹാദാ. മറിയമേ, ഇതെവിടുന്ന് കിട്ടിയതാ? ഖാലത്ത്. മറിയം ബീവി പറയുകയാണ്, ഒരു കറാമത്ത് നേർക്ക് നേരെ കാണുകയാണ്. മറിയം ബീവി പറയുകയാണ്, ഹുവ മിൻ ഇൻദില്ലാഹ്. ഇത് എവിടുന്നാണെന്നറിയോ? ഇത് ലോകത്തിന്റെ രക്ഷിതാവിങ്കൽ നിന്ന. ഇത് എവിടുന്നാണെന്നറിയോ? ഇത് ലോകത്തിന്റെ രക്ഷിതാവിങ്കൽ നിന്ന. ഇന്നല്ലാഹ
യർസുഖു മൻ യശാ ഇന്നല്ലാഹ യർസുഖു മൻ യശാ. അല്ലാഹ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കണക്കറ്റ രൂപത്തിൽ റിസ്ക് നൽകുകയാ. നോക്കണം പ്രിയപ്പെട്ടവരെ, സക്കരിയ നബി അലൈഹിസ്സലാം നേർക്കുനേരെ ഒരു കറാമത്ത് കാണുക, നേർക്കുനേരെ വലിയത്തിനെ കാണുക. സക്കരിയ നബി അലൈഹിസ്സലാമിന് മനസ്സിന്റെ ഉള്ളിൽ വലിയ ആദിയുണ്ട്. ഏതാണ് മനസ്സിന്റെ ഉള്ളിലുള്ള ആദി എന്നറിയോ? മനസ്സിന്റെ ഉള്ളിലുള്ള വിഷമം ഏതാണെന്നറിയോ? മനസ്സിന്റെ ഉള്ളിലുള്ള സങ്കടം ഏതാണെന്നറിയോ? വർഷങ്ങളായി കാത്തിരുന്നിട്ടൊരു കുട്ടിയെ കിട്ടിയില്ലല്ലോ. ഇപ്പൊ ഏറ്റവും നല്ല സന്ദർഭമാണ്. അതാ കറാമത്തുള്ള വലിയത്തിനെയല്ലേ മുന്നിൽ കിട്ടിയത്. നേർക്കുനേരെ കറാമത്ത് കാണുകയല്ലേ. ആ കറാമത്തുള്ള വലിയത്തിനോട് ചോദിക്കുകയാണ്, വലിയത്തുല്ലാഹി മറിയം, വലിയത്തുല്ലാഹി മറിയം, എനിക്കൊരു കുട്ടീനെ തരണേ എന്ന് സക്കരിയ നബി അലൈഹിസ്സലാം തേടിയോ? ആലോചിക്കണേ, നിങ്ങൾ ആലോചിക്ക്. കറാമത്തുള്ള വലിയത്തിനെ നേർക്ക് നേരെ കാണുക. കറാമത്ത് ഇതെന്താ, ഇതെവിടുന്ന? ഇത് അള്ളാൻ്റെ അടുത്തുനിന്ന്. അപ്പം തന്നെ സക്കരിയ നബി എന്താ പറഞ്ഞേ? എനിക്കൊരു കുട്ടീനെ തരണേ, കുറേ കാലമായി ഞാൻ കാത്തിരിക്കുന്നു, എനിക്ക് കുട്ടികളില്ല, എനിക്കൊരു കുട്ടീനെ തരണേ. പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. ബഹുമാന്യനായ വാണിയന്നൂരുകാരൻ റഹ്മാനി വിനയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് പറയട്ടെ, അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് തിരിച്ചു വരണം. നിങ്ങള് ഉസൂലിന്റെ കിതാബ് വായിച്ചു എന്നാ ഞാൻ വിചാരിച്ചത്. അറിഞ്ഞിട്ടില്ല മൗലവി, അറിഞ്ഞിട്ടില്ല ഉസ്താദേ, പഠിക്കണം ഉസ്താദേ. അല്ലാഹുവിന്റെ കിതാബിൽ അല്ലാഹ് പറയുകയാ, സക്കരിയ നബി അലൈഹിസ്സലാം എന്താണ് പറഞ്ഞതെന്നറിയോ? ഹുനാലിക ദആ സക്കരിയ റബ്ബഹു, ഹുനാലിക ദആ സക്കരിയ റബ്ബഹു. അവിടെ വെച്ച് സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ആരോട് പ്രാർത്ഥിക്കുകയാണ്? ദആ സക്കരിയ റബ്ബഹു. കേട്ടുകൊണ്ടിരിക്കുന്ന സഹൃദയരായ സഹോദരങ്ങളെ, എൻ്റെ പ്രിയങ്കരനായ റഹ്മാനി ഉസ്താദിന് നിങ്ങൾ ഇത് കേൾപ്പിച്ചു കൊടുക്കണം. അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞ വലിയത്ത്, അല്ലാഹ് പറഞ്ഞ കറാമത്ത്, കറാമത്ത് കണ്ട ജനങ്ങൾ എന്ത് ചെയ്തു? ആ കറാമത്തുള്ള വലിയത്തിനോട് തേടുകയല്ല, ആ കറാമത്തിന്റെ യഥാർത്ഥ ഉടമയായ അല്ലാഹുവിനോട് തേടുകയല്ലേ. എന്റെ പ്രിയപ്പെട്ട റഹ്മാനി ഉസ്താദേ, ഈ ആയത്തിന്റെ അർത്ഥം ഞാൻ വെച്ചു തരണോ, അതല്ല നിങ്ങൾ വെക്കുകയാണോ? എന്താ ഈ ആയത്തിന്റെ അർത്ഥം? ഹുനാലിക, ആ സന്ദർഭത്തിൽ, അവിടെ വെച്ച് ദആ സക്കരിയ, സക്കരിയ നബി അലൈഹിസ്സലാം തേടുകയാണ് റബ്ബഹു, തന്റെ റബ്ബിനോട് തേടുകയാണ്. എന്താണ് തേടിയതെന്നറിയോ? റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ. അല്ലാഹ് എനിക്ക് ദുർരിയതൻ ത്വയ്യിബയെ തരണേ, ത്വയ്യിബായ മക്കളെ തരണം അല്ലാഹ്. എന്ത്? ത്വയ്യിബായ, ഏറ്റവും വിശിഷ്ടയായ മക്കളെ തരണേ അല്ലാഹ്. ഇന്നക സമീഉദ് ദുആ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, ഈ ആയത്തിന്റെ അവസാനം ഒന്ന് ശ്രദ്ധിക്കണം. ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ, അല്ലാഹുവേ, ഇന്നക, തീർച്ചയായും നീ, സമീഉദ് ദുആ, പ്രാർത്ഥന കേൾക്കുന്നവനാണ്, പ്രാർത്ഥന കേൾക്കുന്നവനാണ്. വലിയത്തുല്ലാഹി മറിയം ബീവിക്ക് പ്രാർത്ഥന കേൾക്കാൻ കഴിയില്ല. വലിയത്തുകൾക്ക്, ഔലിയാക്കന്മാർക്ക് പ്രാർത്ഥന കേൾക്കാൻ കഴിയില്ല. പ്രാർത്ഥന കേൾക്കുന്ന ഒരുവനെ ലോകത്തുള്ളൂ, അവന്റെ പേരാണ് സമീഉദ് ദുആ. അവനാണ് ഹുവല്ലാഹ്, അവനാണ് അല്ലാഹ്. ആർക്കാ തർക്കം? ആർക്കാ തർക്കം? നിങ്ങൾ നോക്ക്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കുറച്ച് ഭാഗമൊക്കെ കേട്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയി. പക്ഷെ ഒരിക്കലും ഇല്ല കേട്ടോ, അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന ഒരു വാക്കും പറയില്ല. ഞാൻ ബഹുമാനിക്കുന്നു, വ്യക്തിപരമായി ആദരിക്കുന്നു, ഉസ്താദ് എന്ന് വിളിക്കാം. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യത്തോട് നമുക്ക് യോജിപ്പില്ല. അത് വാസ്തവ വിരുദ്ധമാണ്, അത് ഖുർആനിനെതിരാണ്, അത് പറയേണ്ട ബാധ്യത നമുക്കുണ്ട് അല്ലേ? ഇനി മാത്രമല്ല, നിങ്ങൾ നോക്ക്, നമ്മുടെ സമൂഹത്തിൽ ഇന്ന്
ഇവർ കൊണ്ടു നടക്കുന്ന ഔലിയാക്കന്മാരുടെ സ്ഥിതി എന്താ? ബഹുമാന്യനായ ഉസ്താദെ, നിങ്ങൾ കേൾക്കണം.